സോ ഗൈസ് മാർവലിനായിട്ട് റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു സീരീസ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന സീരീസ് തന്നെയാണ്. സീരീസ് നമ്മുടെ അയൺ ഹാർട്ട് എന്ന് പറയുന്ന ആ ഒരു സീരീസ് നമ്മുടെ ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോറെവറിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റിറി വില്യംസ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അതായത് നമ്മുടെ അയൺ ഹാർട്ടിനെ ഒരു അതായത് സ്വന്തമായിട്ടുള്ള ഒരു സിംഗിൾ സോളോ സീരീസ് കൊടുത്തുള്ള പരിപാടിയാണ് ഈ അയൺ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പരിപാടി. നമ്മുടെ ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോറെവറിൽ നമ്മുടെ ഷൂരിയുടെ ഒരു ഹെൽപ്പർ അല്ല, മനസ്സിലായി, നമ്മുടെ നെമോറിന്റെ ടെലക്കോണിൽ വന്നിട്ട് ആ അഡമാൻഡിയം വൈബ്രേനിയം ഡിറ്റക്ടർ കണ്ടുപിടിച്ച ആ ഒരു സയന്റിസ്റ്റ് ചോദിച്ചു പിടിച്ചപ്പോൾ വേറെ എന്തൊക്കെ സ്കൂൾ പ്രൊജക്റ്റ് ഒക്കെ മാറിയത്, അതൊക്കെ പോട്ടൊന്നും ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ബട്ട് നമ്മുടെ ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോറെവർ എന്ന് പറയുന്ന ഒരു കൾച്ചറൽ മൂവി തന്നെയാണ്. കാരണം റയാൻ കൂഗ്ലർ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിന്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം അത്രയും വലിയ ലോസ് മാർവൽ ഉണ്ടായിട്ടും അതിനൊന്ന് പാച്ചപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ആ ഒരു സിനിമയ്ക്ക് വളരെ സാധിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു നമ്മുടെ ചാഡ്വിക് ബോസ്മാൻ ലോസ്. ചാഡ്വിക് ബോസ്മാൻ മരിച്ചതിന് ശേഷം ബ്ലാക്ക് പാന്തർ ആരാണെന്നൊരു ക്വസ്റ്റൻ ഒക്കെ ആയിരുന്നു നമ്മുടെ ഷൂരിനെ വെച്ചത്. അത് അവർ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതൊന്നുമല്ല, നമ്മുടെ അയൺ ഹാർട്ടിനെ കുറിച്ചാണ്. അയൺ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു മാർവൽ കോമിക്സിൽ തന്നെയുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അതിനെ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. അയൺ ഹാർട്ടിനെ ഇതിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അയൺമാന് പകരം എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയായിട്ട് ഞാൻ കണ്ട സാധനമാണ്. പക്ഷേ വലിയ പ്രതീക്ഷയായിട്ട് കണ്ടോന്നാണെന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ടെക് രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പ്രാവണ്യം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഈ മാർവലിന്റെ ഈ സൈഡ് എനിക്ക് കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ട് കണ്ട പരിപാടിയാണ്. സ്റ്റാർട്ടിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ MIT എന്ന് പറയുന്ന അത്ര വലിയൊരു കോളേജ് കുറെ സ്റ്റുഡൻസ് ഈ MIT കിട്ടാൻ വേണ്ടി തലകുത്തിക്കുന്നതായിട്ട് നമുക്ക് മാർവലിലെ പലരും മാർവലിലെന്നല്ല നമുക്ക് കാണാലോ, റിയൽ ലൈഫിലുള്ള സംഭവം. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അത് സംഭവത്തിനൊക്കെ അതൊരു ഡംസ്റ്റർ പരിപാടിയാണ്. നമ്മുടെ സ്പൈഡർമാൻ നോവേ ഹോമിൽ പറഞ്ഞ പോലെ അങ്ങനത്തെ സംഭവത്തിന്റെ ഒരു എക്സ്റ്റൻഡ് വെർഷൻ നമുക്ക് സാധ്യത കാണാൻ പറ്റും. അതായത് കോളേജൊന്നും പോയിട്ട് കാര്യമില്ല, നിന്റെ കഴിവിനെ വർദ്ധിപ്പിക്കണം, നീ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇത് തുടക്കം. ഒരു ടീനേജറിന്റെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് റെഡി ആയിക്കോളെന്നാണ്, അല്ലെങ്കിൽ സീരീസ് തന്നെ പാച്ച് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ സീരീസിന്റെ ഒരു കോറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ അയൺമാന്റെ ഐഡിയോളജിക്ക് ഒരു വിധത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ സഞ്ചരിക്കുന്ന, അതിൽ മറു ദിശയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പ്ലോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരിക്കലും അയൺമാനുള്ള ഒരു പകരക്കാരനാവാൻ നമ്മുടെ റിറി വില്യംസിന് സാധിച്ചില്ലെങ്കിലും അതിലെന്തൊക്കെയോ ഒരു സംഭവം ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഒരാൾ എന്ന് പറയുന്നത് താനോസ്, ഇനി ഒരു താനോസ് വന്നാൽ രക്ഷിക്കാൻ ആരില്ല എന്നൊക്കെ ഞാൻ സ്പോയിലർ പറയില്ല, കാണുമ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് പോകും. അപ്പോൾ ഒരാൾ പറയുമ്പോൾ നമ്മുടെ ഈ റിറി വില്യംസിന്റെ ആ ഒരു അയൺ സൂട്ടിലെ ആ ഒരു ഹെൽമെറ്റ് തിരിച്ചു അവിടെ പോയി വീഴുന്ന, അതായത് അയൺമാന് പകരം റിറി വില്യംസിനെ അവിടെ പ്ലേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സംഭവത്തിന്, അല്ലെങ്കിൽ അയൺമാൻ എന്നുള്ള സംഭവത്തിനെ ഈ റിറി വില്യംസ് ആയിട്ട് മാറ്റാണ്. അയൺമാൻ എന്നുള്ളത് ഇനി അയൺ ഹാർട്ട് ആയിരിക്കും. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു MIT കുറിച്ചിട്ടാണ്. MIT കുറിച്ച് പറയുമ്പോൾ ഈ MIT എന്ന് പറയുന്ന സംഭവത്തിന്റെ ആവശ്യകത നമ്മുടെ ടോണി സ്റ്റാർക്ക് നമ്മുടെ ഫാർ ഫ്രം ഹോമിൽ കുറച്ച് സംഭവങ്ങളൊക്കെ, അതായത് നമ്മുടെ ആ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ, നമ്മുടെ ഇല്യൂഷൻ സംഭവം ഉണ്ടല്ലോ, മിസ്റ്റീരിയ കണ്ടുപിടിച്ച ഇല്യൂഷൻ സംഭവം, ആ ഒരു സംഭവത്തിനൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും MIT എന്ന് പറയുന്ന സംഭവത്തിനെ എന്തുമാത്രം നമ്മുടെ ടോണി സ്റ്റാർക്ക് വില കൽപ്പിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ടോണി സ്റ്റാർക്കും MIT പാസ്വേഡ് തന്നെയാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിനൊക്കെ നേരെ ഒരു വലിയ രീതിയിലാണ് ഈ സീരീസ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഇതിന്റെ അടുത്ത സീസൺസ് വരുമ്പോൾ തിരിച്ച് നമ്മുടെ ഈ റിറി വില്യംസ് ചിലപ്പോൾ MIT പോയി വരും. അതൊക്കെ നമുക്ക് കണ്ടിട്ട് തെറ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ നമുക്ക് ഇതിന്റെ വില്ലൻ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിയുടെ സംഭവത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ആക്ച്വലി നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനോട് ഒരു 50% സാമ്യമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു കേപ്പ് ഉപയോഗിക്കുന്നുണ്ട്. കേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഡോക്ടർ സ്ട്രേഞ്ച് ആവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അല്ല നിങ്ങൾ പറഞ്ഞു വരുന്നത്. സോ അതായത് ഇതിൽ കോമിക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോർമാമുമായിട്ട് ഡയറക്റ്റ് ലിങ്കിലുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഇതിൽ സിനിമയിലേക്ക് വരുമ്പോൾ, സീരീസിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മെഫിസ്റ്റോ ആയിട്ടായിരിക്കും അതിന് ആ ഒരു കണക്ഷൻസ് ഒക്കെ. അധികം ഞാൻ പറയുന്നില്ല, കാരണം സീരീസിന്റെ ഒരു സംഭവം നിങ്ങൾക്ക് കളയണ്ട. അപ്പോൾ അധികം ഞാൻ ചർച്ച ചെയ്യുന്നില്ല. ഹുഡ് എന്നൊരു ക്യാരക്ടർ ഉണ്ട്, പിന്നെ അദ്ദേഹത്തിന്റെ അടിപൊളി ഗ്യാങ് ഉണ്ട്. അതൊരു LGBTQ ക്യാരക്ടർ ഒക്കെ ഉണ്ട്. ആക്ച്വലി അതൊരു ഫാറ്റ് അഗ്ലേറ്ററി ക്യാരക്ടറാണ് നമ്മുടെ കോമിക്സിലെങ്കിൽ ഇതൊരു LGBT ക്യാരക്ടറാണ് നോക്കുന്നത്.